ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് നാളായി കണ്ടിട്ടല്ലേ? ഞാൻ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്. ഇത് നമ്മുടെ അവന്യമാളുള്ളൊരു സൈറ്റാണ് കേട്ടോ, ബഹ്റൈനിൽ. ഞാനിപ്പോൾ വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരും പാമ്പേടിയേറ്റ പോലെ പെട്ടെടുക്കുന്നൊരു സമയമാണ്. അതിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 ഫ്രണ്ട്സ് ഈ ഏപ്രിലിൽ അവർ ഈ യൂട്യൂബിലുള്ള മറ്റ് പല ആൾക്കാരുടെയും വീഡിയോസ് കണ്ടിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിലെന്താണ് കുഴപ്പം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ള് ഇങ്ങനെ എൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൽ വലിയ കാര്യമില്ല, നമുക്ക് സംസാരിച്ചാൽ മതിയല്ലോ. ഞാനാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ സംസാരിക്കാത്ത കാരണം കൊണ്ട് നിങ്ങളോട് സംസാരിക്കണം കാര്യം 10-600 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കിട്ടിയതാണ്. ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനും പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ പോകേണ്ടി വന്നു, വിസ അടിച്ച് തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചു വന്നപ്പോൾ തന്നെ സൈറ്റിൽ ഫുൾ ടൈം ബിസി, ഫുള്ളായിട്ട് സൈറ്റിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, എന്നെ അറിയാവുന്ന കുറച്ച് പേര് ചോദിച്ചു തുടങ്ങി, എന്താടാ വീഡിയോ ചെയ്യാത്ത, മടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ സൈഡിലെത്തി ബിസി ആയിപ്പോയി. പിന്നെ ഇപ്പോൾ ട്രേഡിങ്ങൊന്നും ചെയ്യാൻ പറ്റിയ സമയമല്ല, എല്ലാം ഡൗൺ ആണല്ലോ. അതുകൊണ്ടാണ് ഇത് അവന്യമാളത്തോട് ചെയ്ത ഡിസൈനാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എനിവേ, ഞാൻ നേരത്തെ പറഞ്ഞു തന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ ഈ പാമ്പേടി ഏറ്റവും പോലെ എടുക്കുന്നു പറയാൻ കാരണം നമ്മുടെ 2 ഫ്രണ്ട്സ് ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. SIP ആണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതായത് മന്ത്ലി നമ്മൾ ഒരു നിശ്ചിത ഡേറ്റിൽ വെച്ചിട്ട് ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസവും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തോളാം എന്നുള്ളത് ചെയ്യുന്ന പരിപാടിയാണ് ഈ SIP. മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ 2 ഓപ്ഷനുള്ളൂ. ഒന്ന് SIP ഉണ്ട്, 2 ലംസം ഉണ്ട്. ലംസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഇതാണ് സംഭവം. അതിനി ലംസം ആയാലും ശരി, SIP ആയാലും ശരി, ഈ കുറച്ച് കൂടുതൽ കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കൊണ്ട് ഗുണമുള്ളൂ. ഇപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുപോലെ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവരെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ, നല്ല കാര്യമാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നല്ല പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ 2 പേരും പ്ലാൻ ചെയ്തു. അതിൽ രണ്ടുപേരും ചെയ്തത് എന്താ വെച്ചാൽ ഈ ഏപ്രിൽ മാസം തൊട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ഡൗൺ ആയിക്കൊണ്ടായിരിക്കുന്നത്. കാരണം അവർ 2 പേരും ചെയ്ത് ഇക്വിറ്റിയിലാണ്. ഇക്വിറ്റി തന്നെയാണ് നല്ലത് എപ്പോഴും. ഒന്ന് അടിച്ച് കയറാനും അടിച്ച് ഇറങ്ങാനൊക്കെ ആയിട്ട് നല്ലത് ഇക്വിറ്റി തന്നെയാണ്. പക്ഷേ ഇക്വിറ്റി മാത്രമല്ല കേട്ടോ, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും താഴോട്ട് പോയിരുന്നു ഈ ഏപ്രിൽ കഴിഞ്ഞ ശേഷം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ഇത്ര തുകയല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂണിറ്റിന് ചിലപ്പോൾ 50 രൂപ ഉണ്ടാവും ഈ മാസം, ചിലപ്പോൾ അടുത്ത മാസം ചിലപ്പോൾ 52 രൂപയായിരിക്കും, ചിലപ്പോൾ 53 രൂപയായിരിക്കും, ചിലപ്പോൾ 45 രൂപയായിരിക്കും. അപ്പോൾ കുറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് വാങ്ങിക്കാൻ പറ്റുക. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു 100 യൂണിറ്റ് 50 രൂപ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായി, 5000 രൂപയായി. അപ്പോൾ അടുത്ത മാസം 45 രൂപയാണ് റേറ്റ് കുറഞ്ഞു, താഴോട്ടാണ്. അപ്പോൾ അടുത്ത മാസം 45 രൂപയാണെന്നുണ്ടെങ്കിലോ നമുക്ക് കൂടുതൽ 100 യൂണിറ്റിൽ കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. ചിലപ്പോൾ അതിൻ്റെ പിന്നത്തെ ദിവസം ചിലപ്പോൾ 52 ആയിരിക്കും, ചിലപ്പോൾ 53 ആയിരിക്കും, ചിലപ്പോൾ 55 വരും. അപ്പോൾ നമുക്ക് കുറച്ച് യൂണിറ്റേ വാങ്ങിക്കാനുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വില കൂടുമ്പോൾ നമ്മളത് വിൽക്കും. ചിലപ്പോൾ 2 വർഷം 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ 50 രൂപ കിട്ടുന്ന യൂണിറ്റ് ചിലപ്പോൾ അന്നത്തെ വില 80 രൂപയായിരിക്കും, ചിലപ്പോൾ 90 രൂപയായിരിക്കും, ചിലപ്പോൾ 60 രൂപ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അന്ന് നമ്മളിപ്പോൾ ഒരുമിച്ച് കൊണ്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, ഈ മ്യൂച്വൽ ഫണ്ട് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രോക്കർ ആപ്പ് എടുത്തിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ ലിസ്റ്റ് എടുത്ത് നോക്കി, ഏറ്റവും താഴെ ഏതിങ്ങനെ മേലോട്ട് പോകുന്നുണ്ടോ, അത് ഒരിക്കലും താഴോട്ട് ഇറങ്ങില്ല. ഇപ്പോൾ ഇത്തിരി ഡൗൺ ആണ്. അതെല്ലാ വർഷവും ഉള്ളതാണ്. കുറച്ച് ഡൗൺ വരും, കുറച്ച് പിന്നെ ഒന്ന് മേലോട്ട് കയറും, പിന്നെ അടുത്ത വർഷം ഒന്നുകൂടി ഡൗൺ വരും. ഈ ഡൗൺ വരുന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം മനസ്സിലായില്ലേ? എൻ്റെ ഫ്രണ്ട്സ് എന്താ പറ്റുന്നത് വെച്ചാൽ ഡൗൺ ചെയ്യാൻ എപ്പോഴാണ് തുടങ്ങുന്നത്, അത് ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടായിരുന്നു. അന്നാണ് ഇവർ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. 2 പേരും SIPനാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇവർ താഴോട്ട് വരുന്നപ്പോൾ ഇവർക്ക് ഒരു പുരോഗതിയില്ല, ഇത് താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അവർ ചിന്ത. പക്ഷേ ഞാൻ പറഞ്ഞത് താഴോട്ട് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് വാങ്ങിക്കേണ്ടത്. കാരണം ഇതിനി തിരിച്ച് മേലോട്ട് കയറുമ്പോൾ ഇതെന്തായാലും തിരിച്ച് മേലോട്ട് കയറും. കാരണം നിങ്ങൾക്ക് ആ SIPയുടെ ഗ്രാഫ് എടുത്തിട്ട് ലോങ് ടൈം എടുത്ത് നോക്കി വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം, അതൊരിക്കലും താഴോട്ട് വന്നിട്ടുണ്ടാവില്ല. അത് മേളിലേക്ക് ഇങ്ങനെ കുതിച്ച് കയറണുള്ളൂ.
ഇപ്പോഴാണെങ്കിലും നല്ല താഴ്ന്നു നിൽക്കുന്നത്, നന്നായിട്ട് താഴ്ന്നിട്ടൊന്നുമില്ല, എന്നാലും മാർക്കറ്റിൽ നിന്ന് ഇത്തിരി ഡൗൺ ആണ്. ഓക്കെ, കഴിഞ്ഞ ഈ വർഷം ഏപ്രിലുണ്ടായ അത്രയും ഹൈറ്റൊന്നും ഇപ്പം ഇല്ല, അതിലൊക്കെ ഒരുപാട് താഴെയുള്ളത്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പം നിസ്സാര വിലയ്ക്ക് യൂണിറ്റുകൾ കിട്ടും, റേറ്റ് കുറവാണ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യാം, വാങ്ങി വയ്ക്കാം. ഈ സമയത്താണ് വാങ്ങി വെക്കേണ്ടത്. അതിൽ ഒരുത്തൻ പേടിച്ചിട്ട് അത് ഇടയിൽ വെച്ച് നിർത്തി സ്റ്റോപ്പ് ചെയ്തു. അവനത് പൊങ്ങുമെന്നുള്ള പ്രതീക്ഷയില്ല. കാരണം ഒന്നാമത് അവനിക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് വലിയൊരു ധാരണയില്ല. ഒന്നാമത്തെ കാര്യം അത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ധാരണയില്ല എന്ന് പറഞ്ഞാൽ എനിക്കും ഈ കണ്ടും കേട്ടുള്ള അറിവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി ഡൗൺ ആയതുകൊണ്ട് ഞാൻ ഈ മാസം മുതൽ ചെറിയൊരു SIP സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാനുള്ളത്. ഓക്കെ, എൻ്റെ മറ്റൊരു ഫ്രണ്ടിന് എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിക്ക് മാസം 75,000 ശമ്പളമുണ്ട് ഇവിടെ ബഹ്റൈനിൽ. അവനിവിടെ 3 കൊല്ലമായി. ഈ 3 കൊല്ലമായിട്ട് 75,000 ശമ്പളം വാങ്ങിക്കുന്ന ഒരുത്തന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം കുറച്ച് ലോണുണ്ട്, ഒരു 12,500 മാസം മന്ത്ലി ലോണുണ്ട്. പിന്നെ വീട്ടിൽ കുറച്ച് കാശ് ചിലവിനായിരിക്കും, ബാക്കിയുള്ള കാശൊക്കെ പുള്ളി ഇവിടെ കിടന്ന് അടിച്ചു പൊളിച്ചു കിടക്കും. അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 25,000 രൂപ മാസം മന്ത്ലി SIP ഇടുന്ന രീതിയിൽ ചെയ്തു. സത്യം പറഞ്ഞാൽ SIP ഈ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ. SIP ആണെങ്കിലും അത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിസ്സാര എമൗണ്ട് മാത്രമേ ഇടാവുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 75,000 രൂപ ശമ്പളമുള്ള 10,000 രൂപ ഇട്ടാൽ മതി. അവനത് 25,000 രൂപയാണ് ഇട്ടത്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം കഴിയുമ്പോൾ അത് 1 ലക്ഷം രൂപയായി, 8 മാസം കഴിയുമ്പോൾ അത് 2 ലക്ഷം രൂപയായി. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ബൾക്ക് എമൗണ്ട് ഇത് കിടക്കുമ്പോൾ ഇവനിക്ക് ആവശ്യങ്ങൾ കൂടുതലാണ്. ഇവൻ്റെ കറക്കത്തിനും അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ നാട്ടിൽ വണ്ടി സർവീസ് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് ഇവനിക്ക് കാശിന് ആവശ്യം കൂടുതലാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താ ഇതിനകത്ത് ഈ എമൗണ്ട് കിടപ്പുണ്ട്, ഇവനടുത്ത് വിഡ്രോ ചെയ്യും. ഇപ്പോഴാണെങ്കിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര വലിയ ലാഭം കാര്യം ഉണ്ടാവില്ല, മാത്രമല്ല കുറച്ച് പൈസ നഷ്ടം വരികയും ചെയ്യും. ഇത് ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും മ്യൂച്വൽ ഫണ്ട് കൺസിഡർ ചെയ്യാവൂ. ലോങ് ടൈമിലേക്ക് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്, നമ്മൾ കൊക്കിലൊതുങ്ങുന്നേ കൊത്താവൂ എന്ന് പറയുന്ന രീതിയിൽ ഒരു ചെറിയ എമൗണ്ട് ഇടാം. അവൻ ഈ 75,000 ശമ്പളം വാങ്ങിക്കുന്നതിന് നാട്ടിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ ഇടാം. ഇവനിട്ടത് 25,000 രൂപയാണ്. അതാണ് ഇവൻ്റെ പ്രശ്നം. വേറെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം ലോണുണ്ട് നാട്ടിൽ. മന്ത്ലി എന്തോ 12,500 രൂപ എന്തോ ബൈക്കിൻ്റെ ആണെന്ന് തോന്നും. ബൈക്കിൻ്റെ എന്തോ EMI മാസം അടിഞ്ഞ് പോകുന്നുണ്ട്. വീട്ടിലെ ചിലവിനേക്ക് കുറച്ച് പൈസ അയക്കുന്നുണ്ട്. വൈഫിനും പിള്ളേർക്കും എന്തൊക്കെയോ പൈസ വേറെ ചിലവിനെ വേറെ അയക്കുന്നുണ്ട്. പേരൻസിനും വൈഫ്, അങ്ങനെ ഫാമിലിയുടെ ഒരു ഫാമിലി മാനാണ് ആൾ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ഇവനത് 25,000 എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒന്നാമത് ഇത് ഡൗൺ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, രണ്ടാമത് ഇത്രയും ബൾക്ക് എമൗണ്ട് ആയതുകൊണ്ട് ഇവനിക്ക് ആവശ്യങ്ങൾ കൂടി തുടങ്ങി. അപ്പോൾ എടുത്ത് റോൾ ചെയ്യാൻ കാശില്ല. അപ്പോൾ അതായത് ഒരു എമർജൻസി ഫണ്ടില്ല, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് മറിക്കാൻ ഫണ്ട് ഇവൻ്റെ ഇല്ല. കാരണം ഇവൻ ഇട്ടുകൊണ്ടിരിക്കുന്ന എമൗണ്ട് ഇവൻ്റെ മറ്റേ ശമ്പളത്തിൻ്റെ 1/3 ഭാഗമാണ്. അപ്പോൾ അത്രയും ചെയ്യരുത്. അപ്പോൾ അതൊക്കെയാണ് അവർക്ക് പറ്റി രണ്ടുപേർക്കും പറ്റിയ മിസ്റ്റേക്ക്. ഇപ്പോൾ ഞാനിത് ഇപ്പോൾ ജസ്റ്റ് ഒരു 5,000 വെച്ചിട്ട് ഞാൻ ഈ മാസം ഒരു SIP ജസ്റ്റ് കയറുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കുറച്ച് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഓരോരോ സൈറ്റുകളാണ്. ഇവിടെ ആകെ 5 വർക്കാണ് നടക്കുന്നത്. 5 വർക്ക് നടക്കുന്നിടത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നടക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അതുമാത്രമല്ല ഏതാണ്ട് 591 സബ്സ്ക്രൈബറായിട്ടാണ് ഞാൻ നോക്കുമ്പോൾ. ഞാൻ ഇത്ര നാളെ കുറച്ച് നാൾ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കറിയാം. അപ്പോൾ നിങ്ങളോട് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, അതൊന്ന് പെട്ടെന്ന് 1000 ആക്കി തരൂ കേട്ടോ. കണ്ടുപോകുന്നവരൊക്കെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും പാമ്പ് കടിച്ച പോലെയൊന്നുമല്ല. ഇത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കാണുന്നവർക്ക് ഇതൊരിക്കലും പാമ്പ് കടിച്ച പോലെയല്ല. പിന്നെ ഈ വില കുറഞ്ഞിരിക്കുന്ന സമയം, ഇത് നല്ല സമയമാണ്. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ യൂണിറ്റ്സ് വാങ്ങിച്ച് വയ്ക്കേണ്ട സമയം ഇപ്പോഴാണ്. ഇത് സാധനം മേലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ കുറഞ്ഞ വിലക്കൊന്നും സാധനം കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഒരു 55,000 രൂപ, ഒരു 60,000 രൂപ സാലറി ഉള്ള ആൾ ഒരു മന്ത്ലി ഒരു 3,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ പോട്ടെ, ഒരു 6,000 രൂപ, അതിൽ കൂടുതലൊന്നും എടുത്ത് ഒരുപാട് എമൗണ്ട് ഇടരുത്. ഒരുപാട് എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ സാധനം പിന്നെ അത് കിടപ്പുണ്ടെന്നൊരു തോന്നൽ വരും. ചെറിയൊരു എമൗണ്ട് ഇടാവുള്ളൂ, ഒരു 5,000 രൂപ. 5,000 രൂപ കേട്ടോ, മന്ത്ലി ഒരു 5,000 രൂപ വെച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു എമൗണ്ട് അതിനകത്ത് കിടക്കുന്ന ചിന്തിക്കുക ചെയ്യരുത്. എല്ലാ മാസവും അത് ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് കട്ടായിക്കോളും. അത് 5,000 രൂപ അങ്ങനെ കട്ട് ചെയ്ത് ഒരു 3.5-4 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കാത്തൊരു എമൗണ്ട് ആയിരിക്കും. മനസ്സിലായോ? ഇതിനകത്ത് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നൊരു സാധനമുണ്ട്. നിങ്ങൾക്കത് ഈ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് ഈ യൂണിറ്റുകളുടെ വില മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനം ഇപ്പോൾ നമ്മൾ ഇന്ന് ഇട്ട സാധനം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഒരു 50 രൂപയുടെ പോയിൻ്റുള്ള സാധനം ഒരു 5 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വില ഏകദേശം 80 രൂപ, 85 രൂപ, ചിലപ്പോൾ 90 രൂപയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇതിലൊന്നും ആയിരിക്കില്ല, 100ൽ മേളിൽ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നത് വിൽക്കുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇതിന് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നാണ് പറയാം. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ആയിരിക്കണം, ഗ്രോത്ത് ആയിരിക്കണം.
ഡയറക്റ്റ് തന്നെ ചെയ്യണം, അല്ലാതെ വേറെ ഒന്നും ചെയ്തേക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ഒരു 5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആ എമൗണ്ട് നോക്കുമ്പോൾ അത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഏത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആയാലും ആ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ കാണാം ഏറ്റവും താഴ്ന്നവർ എപ്പോഴാണ് തുടങ്ങിയത്, ഇപ്പോൾ അത് എവിടെ നിൽക്കുന്നതെന്നുള്ളത്. ഏത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ ഒരുപാട് തരുന്നുണ്ട്. ഞാനെപ്പോഴും ഇക്വിറ്റി തന്നെ ഞാനെപ്പോഴും സെർച്ച് ചെയ്യാറ്. നമുക്കെപ്പോഴും റോക്കറ്റ് പോലെ കയറിയോ റോക്കറ്റ് പോലെ ഇറങ്ങുകയും ചെയ്യുന്നില്ല നമുക്കൊരു താല്പര്യമുള്ളൂ. ഞാനതിൻ്റെ കൂടെ തന്നെ ഒരു മാർച്ച് സ്റ്റാർട്ടിങ് ആവട്ടെ, മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബാങ്കിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ട്രേഡിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അതൊക്കെ ഇച്ചിരി ഡൗൺ ആയിരിക്കുന്നത്. മാർച്ച് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ അടിച്ച് മേലോട്ട് കയറുന്നുള്ള പ്രതീക്ഷ ഉണ്ട് എനിക്ക്. ആ ഒരു സമയമാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും കൂടി എന്നെ ഉത്സാഹിപ്പിച്ച് സബ്സ്ക്രിപ്ഷനൊക്കെ അടിച്ച് 1000 ആക്കി വയ്ക്കൂ കേട്ടോ. നിങ്ങൾ കണ്ട ലൈറ്റിങ്ങൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? അത് ഞാൻ ഇവിടെ തന്നെ ഉള്ളപ്പോൾ എടുത്തതാണ് കേട്ടോ. ഇത് അവന്യൂ മാളിനകത്തുള്ളത് തന്നെയാണ്, എൻ്റെ ഔട്ട് സൈഡ് ഏരിയയിലുള്ളതാണ്. ഓക്കെ, ഒരു H ബിൽഡിങ്, ഒരു ത്രെഡിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. ത്രെഡ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് പോലെ ഇതാ കാണുന്ന ബിൽഡിങ്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കുറവാണെന്നേ ഉള്ളൂ. ഓക്കെ, എനിവേ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മറ്റേ ഇതിൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതാണ് ഏറ്റവും നല്ല സമയം. ഇപ്പോൾ ഏറ്റവും ചെറിയ വിലയ്ക്ക് യൂണിറ്റുകൾ വാങ്ങിക്കാൻ പറ്റും. ഈ സമയത്ത് വേണം വാങ്ങി വയ്ക്കാൻ. SIP ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതാകുമ്പോഴാണ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ആ പവർ നമുക്ക് കിട്ടുള്ളൂ. പറഞ്ഞു സാർ, അതാണ് ആ കുറച്ച് കാലം ഞാൻ കൊടുക്കുന്ന സമയത്ത് നമുക്കത് കൂടുതൽ യൂണിറ്റുകൾ ലംസമ്മിലിട്ട് വാങ്ങിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതും നല്ലത് തന്നെയാണ്. പക്ഷേ ലംസം എന്ന് പറഞ്ഞൊരു ബൾക്ക് എമൗണ്ട് വേണം. ഇതിനത്രയും വേണ്ട. നമ്മുടെ സാലറിയിൽ നിന്ന് ചെറിയൊരു എമൗണ്ട്, പക്ഷേ അങ്ങനെ ഒരു ഇടുന്നൊരു എമൗണ്ട് അതിനകത്ത് കിടക്കുന്നുണ്ട്, അതിൽ നമ്മളുടെ പൈസ കിടക്കുന്നുണ്ട് ചിന്ത പിന്നീട് പാടില്ല. അതവിടെ കിടന്നോട്ടെ. അത് അടുത്തൊരു 4-5 കൊല്ലത്തേക്ക് തൊടാനേ പാടില്ല, നോക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. ഞാൻ പണ്ട് ഒരെണ്ണം ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചണം. പിന്നെ അന്ന് പിന്നെ പറ്റില്ല. ഇന്നും എനിക്ക് ട്രേഡിങ്ങിനോട് തന്നെ താല്പര്യം. ട്രേഡിങ് ചെയ്യുന്നുണ്ട്. ഈ മാർച്ചിലെ ഇതാണ് തീരട്ടെ, ബാങ്കുകളായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് തീരട്ടെ. അത് കഴിഞ്ഞിട്ട് മാർച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോർമലായതിനു ശേഷം ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിവേ, നമ്മളെ മറന്നുപോയ ഒരുപാട് പേരുണ്ടോ ദൈവത്തിനറിയാം. മറക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാം. ഒരാഴ്ചയിൽ ഒരു 3-4 വീഡിയോ ചെയ്യാം. എന്നാലും എനിക്കൊരു സമാധാനമാവുള്ളൂ. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര താല്പര്യമാണ്. എനിക്ക് ഈ സൈഡിൽ ഇത്തിരി വർക്ക് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഇന്നിപ്പോൾ എൻ്റെ ഒരു അങ്കിളെ വിളിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത്, എടാ നീ വീഡിയോ ആയിട്ട് ഒരുപാട് നാളല്ലേ, എന്ത് ചെയ്യുന്നില്ലേ? അങ്ങനെ വന്നതാണ്. എനിവേ ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.